വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. നമ്മൾ വീക്കെൻഡിലേക്ക് വന്നിരിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. കർത്താവിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. സോ അതിനുവേണ്ടി തയ്യാറെടുക്കാം. ബ്ലെസ്സിങ് ടുഡേ ഗ്ലോബൽ ഫാമിലിയെ ഈ സമയത്ത് വെൽക്കം ചെയ്യുന്നു. എനിക്കറിയാം, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് മാത്രമല്ല, എറണാകുളത്ത് നിന്ന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിൽ നിന്നും ബ്ലെസ്സിങ് ടുഡേ ഫാമിലി മെമ്പേഴ്സ് ഇതേ സമയത്ത് 7 AM IST ഈ സമയത്ത് ജോയിൻ ചെയ്യാറുണ്ട്. സോ വി വാണ്ട് ടു വെൽക്കം യു. ഇഫ് യു ആർ ഫ്രം ആഫ്രിക്ക, ഇഫ് യു ആർ ഫ്രം യൂറോപ്പ്, UK നിന്ന് കാണുന്ന വ്യക്തികൾ, US നിന്ന് കാണുന്ന വ്യക്തികൾ, ഓസ്ട്രേലിയയിൽ നിന്ന് കാണുന്ന വ്യക്തികൾ, പല സമയങ്ങളിൽ പല ടൈം സോൺസിൽ നിന്ന് കാണുന്ന വ്യക്തികൾ, വി ആർ ഓൾ യുണൈറ്റഡ് ഹിയർ അണ്ടർ ഗോഡ്സ് പ്രസൻസ്. സോ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യുന്നു. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ 1-2 സ്പോൺസേഴ്സ് ഉണ്ട്. നമുക്ക് 1-2 കോ സ്പോൺസേഴ്സാണ് ഉള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആദ്യമായിട്ടുള്ളൊരു കോ സ്പോൺസർ ഉള്ളത് കൂർഗിൽ നിന്ന് സന്തോഷ് കുമാർ ആൻഡ് പ്രേമജ സിസ്റ്ററാണ്. ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. ഇന്ന് സന്തോഷ് കുമാറിൻ്റെയും പ്രേമജ സിസ്റ്ററിൻ്റെയും 26th വിവാഹ വാർഷികമാണ്. സോ മെനി ബ്ലെസ്സിങ്സ് ഓൺ ദിസ് സ്പെഷ്യൽ ഡേ ഫോർ യുവർ മാരേജ്. 26th വെഡിങ് ആനിവേഴ്സറി. മേ ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പുതിയ വർഷം ഇവരുടെ വിവാഹത്തിൽ കർത്താവ് തന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷ് കുമാർ ബ്രദർ കർത്താവെ, അപ്പോൾ തന്നെ മകൾ നിവേദയും കർത്താവെ, അവർ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലെറ്റ് ഗോഡ്സ് സാൽവേഷൻ നോക്ക് ഓൺ ദെയർ ഡോർ, ലെറ്റ് ദം ഓപ്പൺ ദെയർ ഹാർട്ട്സ് ടു ഗോഡ്സ് സാൽവേഷൻ. അപ്പോൾ തന്നെ കണ്ണൂരിലെ ആ സ്ഥലം വിൽക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ഫാമിലി ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. നമുക്ക് അടുത്തതായിട്ടുള്ള ഒരു കോ സ്പോൺസർ അനഘ M ഫ്രം ആറ്റിങ്കൽ. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, അനഘ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു അത്ഭുതം ജോലി മേഖലയിൽ കർത്താവ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ വീടും സ്ഥലവും വിൽക്കുവാനും അനുയോജ്യമായ സ്ഥലം വാങ്ങുവാനും കർത്താവെ വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയുള്ള ദൂതനെ അങ്ങ് അയക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ കുടുംബത്തിൽ സാമ്പത്തികമായും ജോലി മേഖലയിലും അത്ഭുതങ്ങൾ ചെയ്യണമേ. മാലപ്പടക്കം പോലെ കർത്താവ് ബ്ലെസ്സിങ്സ് ഈ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സപ്പോർട്ടിങ് ടുഡേസ് എപ്പിസോഡ്. താങ്ക് യു ഫോർ മേക്കിംഗ് ഇറ്റ് പോസിബിൾ. ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, ദയവായി കോൺടാക്ട് ചെയ്താലും. ഇമാൻ, നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ തന്നെ ഇന്ന് വൈകുന്നേരം നമ്മുടെ ഹാർട്ട് ടു ഹാർട്ട് സ്പെഷ്യൽ മീറ്റിംഗ് 7 മണിക്ക് നടക്കുന്നു. നമ്മുടെ ഫുൾ ടീം വന്ന് നിങ്ങളോട് ശുശ്രൂഷിക്കുവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ തീർച്ചയായും ജോയിൻ ചെയ്യുക. ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, സൂമിൽ, ഈ 3 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ലെറ്റ്സ് ഗെറ്റ് ഓവർ ടു ദ വേർഡ് ഓഫ് ഗോഡ്. വെൽക്കം ബാക്ക്. നമ്മൾ വളരെ വേഗത്തിൽ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് ദൈവം വെച്ച് ഇന്നും നാളെയും കൊണ്ട് നമുക്ക് 3-ാം അധ്യായം തീർക്കാൻ സാധിക്കും. അടുത്ത ആഴ്ചയിൽ 4-ാം അധ്യായവും നമുക്ക് തീർക്കാൻ സാധിക്കും. അങ്ങനെ ഫിലിപ്പി ലേഖന പഠനം പൂർത്തിയാകും. എല്ലാവരും കൂടെ ഉണ്ടോ? ആം ഐ മിസ്സിങ് സംവൺ? തുടങ്ങിയ ആരും ഇത് തീർക്കാതെ നിർത്തിക്കളയരുത്. നമുക്ക് തുടർന്നുള്ള വചനങ്ങൾ കൂടി ഒന്ന് ധ്യാനിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഈ അധ്യായത്തിലൂടെ ഇന്ന് ഞങ്ങൾ ധ്യാനിക്കാൻ പോകുന്ന വചനങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കണമേ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഓൾറൈറ്റ്, വേഴ്സ് നമ്പർ 17 ആണ് വായിക്കാൻ പോകുന്നത്. ഫിലിപ്പി ലേഖനം 3:17 മുതൽ. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. വാവ്! ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയും. കരഞ്ഞുകൊണ്ടാണ് ഇത് എഴുതുന്നത്. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന്
നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ 3-ാം അധ്യായം മുഴുവൻ എത്ര പവർഫുള്ളാണ്, എത്ര ശക്തമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ കൂടെ നമുക്ക് നോക്കാം. NIV-യിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. Verse number 17, Philippians chapter 3. Join with others in following my example, brothers, and take note of those who live according to the pattern we gave you. Verse number 18, for as I have often told you before, and now say again, even with tears, many live as enemies of the cross of Christ. Their destiny is destruction, their God is their stomach, and their glory is in their shame. Their mind is on earthly things. But our citizenship is in heaven, and we eagerly await a Savior from there, the Lord Jesus Christ, who, by the power that enables him to bring everything under his control, will transform our lovely bodies so that they will be like his glorious body. Wow, wow, wow. Hallelujah. എത്ര ഭയങ്കരമാണ്. അദ്ദേഹം ഇവിടെ എക്സാമ്പിൾ ആകാൻ പറയുന്ന ഒരു മാതൃക കാണിച്ച് തന്നിട്ടുണ്ട്. ഞങ്ങളൊരു മോഡൽ കാണിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ മതി. നമുക്ക് എല്ലാവർക്കും മോഡലിംഗ് ഇഷ്ടമാണ്, മോഡലിംഗ് ആവശ്യമാണ്. അറിഞ്ഞോ അറിയാതെ നമ്മളൊക്കെ ആരെയൊക്കെയോ അനുകരിക്കുന്നുണ്ട്. ഞെട്ടണ്ട, ഉള്ള കാര്യം പറഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചില പാറ്റേണുകളെ, ചില മോഡലുകളെ നമ്മൾ അനുകരിക്കുന്നുണ്ട്. അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ചില ഫിലിം സ്റ്റാർസ് ആയിരിക്കാം, ക്രിക്കറ്റ് സ്റ്റാർസ് ആയിരിക്കാം, ഏതെങ്കിലുമൊക്കെ ഫീൽഡിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന താരങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റിലുമുള്ള പലരും നമ്മെ സ്വാധീനിച്ച് കാണും. ചിലപ്പോൾ പാരൻസ് ആയിരിക്കാം, ഗുഡ് അയൽക്കാരായിരിക്കാം, ഒരു അങ്കിളായിരിക്കാം, ആൻറ്റി ആയിരിക്കാം, ഒരു ടീച്ചറാകാം, അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ആകാം. ആരെങ്കിലുമൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് കാണും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കും. ആ ജീവിത രീതി ഫോളോ ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തും. ഓക്കെ, സോ ഇവിടെ പൗലോസ് പറയുന്നത് 2 എക്സാമ്പിൾ പറയുന്നു. ഒന്ന് പോൾസ് എക്സാമ്പിൾ ആൻഡ് അതർ ഗുഡ് ബിലീവേഴ്സ് എക്സാമ്പിൾ. പൗലോസിൻ്റെ മാതൃക, ദൃഷ്ടാന്തം, അല്ലെങ്കിൽ അതുപോലെ നല്ല വിശ്വാസികൾ, സഭയിലുള്ള നല്ല വിശ്വാസികളുടെ മാതൃക. ഇതിനെ പറയുന്നത് ഗുഡ് എക്സാമ്പിൾ എന്നാണ്. പൗലോസും വളരെ മാതൃകാപരമായി നല്ല വിശ്വാസികളായിട്ടുള്ളവരും. അടുത്തത് ദി എക്സാമ്പിൾ ഓഫ് ദി എനിമീസ് ഓഫ് ദ ക്രോസ്. ക്രൂശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്ന കുറേ പേരുണ്ട്. ദർ ഇസ് എ ബാഡ് എക്സാമ്പിൾ. അപ്പോൾ 2 എക്സാമ്പിൾസ് മുമ്പിലുണ്ട്. ഒന്ന് പൗലോസിൻ്റെ പാറ്റേൺ അനുസരിച്ച് ജീവിക്കുന്ന, വചനം അനുസരിച്ച് ജീവിക്കുന്ന, ദൈവിക വഴിയിൽ നടക്കുന്ന ഒരു കൂട്ടം. രണ്ടാമത്തത് ക്രിസ്തുയേശുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്ന ദൈവവിരോധികളായ അമാതൃകകളായിട്ടുള്ളവരുടെ ബാഡ് എക്സാമ്പിൾ. ഇത് രണ്ടും കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ 17-ാമത്തെ വചനത്തിൽ, ജോയിൻ വിത്ത് അതേഴ്സ് ഇൻ ഫോളോയിങ് മൈ എക്സാമ്പിൾ. മറ്റുള്ളവരോട് ചേർന്ന് എൻ്റെ മാതൃക അനുകരിക്കുവാൻ. എൻ്റെ അർത്ഥം, പൗലോസ് ജീവിച്ചു വരുന്ന പാറ്റേണിൽ ജീവിക്കാൻ ഒത്തിരി പേർ തയ്യാറായി, സാക്രിഫിഷ്യലായി, ക്രിസ്തു കേന്ദ്രീകൃതമായി കർത്താവിന് വേണ്ടി ജീവിക്കുന്നൊരു ജീവിതം ഒത്തിരി പേര് ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറയാം, ബ്രദേഴ്സ് ആൻഡ് ടേക്ക് നോട്ട് ഓഫ് ദോസ് ഹു ലിവ് അക്കോർഡിംഗ് ടു ദ പാറ്റേൺ വി ഗേവ് യു. എന്ന് മാത്രമല്ല, ഞങ്ങൾ കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് പോകുന്നവരെ വീക്ഷിക്കുക, അവരെ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുക. പോൾ ആൻഡ് മോഡൽ ബിലീവേഴ്സ് ആർ ഗുഡ് എക്സാമ്പിൾ ടു ജനറേഷൻസ്. അന്നത്തെ കാലത്ത് ജീവിച്ച പൗലോസും വിശ്വാസികളും തലമുറകൾക്ക് ഒരു വലിയ മാതൃകയായിരുന്നു. അപ്പം ഇവിടെ ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ട്യൂപോൺ എന്നുള്ളൊരു വേർഡാണ് ഒറിജിനലി ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആൻ ഇംപ്രിൻറ്റ്. അറിയാലോ, ഒരു ഇംപ്രിൻറ്റ്, മാർക്ക് മെയ്ഡ് ബൈ എ ബ്ലോ, ഒരു മുദ്ര പതിക്കുക. മോൾഡ് ഓർ ഡൈ, ഒരു അച്ചുകൊണ്ടോ ഒരു ഡൈ അച്ചിനകത്ത് ഉരുക്കി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇംപ്രിൻ്റ് പോലെ.
പറയുന്നത് അവർ എക്സാമ്പിൾ ഷുഡ് ബി എ ബ്ലോ ഓഫ് എ ബോക്സർ അപ്പോൺ അതേഴ്സ്. ചുരുക്കി പറഞ്ഞാൽ ഈ ബോക്സേഴ്സ് ഇടിക്കുമ്പോൾ ആ ഇടി കൊണ്ടുവന്ന് ആരുടെ മേൽ പതിയുന്നത് പോലെ ആ ജീവിതത്തിൽ നിന്നും ഒരു ഭയങ്കരമായ ഇംപ്രിൻറ്റ് വരികയാണ്. സാധാരണ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ഡു ആസ് ഐ സേ, ഞാൻ പറയുന്ന പോലെ ചെയ്യുക, ഞാൻ പറയുന്ന പോലെ ചെയ്യുക. പക്ഷെ പൗലോസ് പറയുന്നത് ഡു ആസ് ഐ ഡു, ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യും. അതിൻ്റെ അർത്ഥം തനിക്ക് പറച്ചിൽ മാത്രമായിരുന്നില്ല, തൻ്റെ ലൈഫ് അതുപോലെ ആയിരുന്നു. പോൾ ഗേവ് ദം എ പാറ്റേൺ ഓഫ് എ ബിലീവേഴ്സ് ലൈഫ്. ഒരു വിശ്വാസി എങ്ങനെയാണ് ജീവിക്കേണ്ടത് അത് അദ്ദേഹം ജീവിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറയുന്നത് he reached a state where he is in a position to demand a lifestyle similar or even exactly like him. അദ്ദേഹം ജീവിച്ച് തൻ്റെ ജീവിതത്തിൽ ഒരു നിലവാരം എത്തിയേക്കുക. ഈ നിലവാരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുവാണ്, ഒന്നുകിൽ എക്സാക്ട്ലി ഞാൻ ജീവിക്കുന്ന പോലെ നിങ്ങൾ ജീവിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഇതിന് തുല്യമായ രീതിയിൽ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്രാക്കറ്റിൽ പറയാം, പോൾ വാസ് നെവർ എ പെർഫെക്റ്റ് എക്സാമ്പിൾ, ബട്ട് ഹി വാസ് എൻ എക്സലൻ്റ് എക്സാമ്പിൾ. പൗലോസ് സമ്പൂർണതയുള്ള ഒരു തെറ്റുമില്ലാത്ത ഒരു എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നോ, ഹി ഹാഡ് ഹ്യൂമൻ എറേഴ്സ്. ഈവൻ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ, ലേഖനങ്ങൾ വായിക്കുമ്പോഴൊക്കെ തൻ്റെ മാനുഷികമായ കുറവുകൾ റിഫ്ലക്റ്റഡ് ആകുന്നുണ്ട്. പല കാര്യങ്ങളും അദ്ദേഹത്തിന് അത് വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഉത്തമമായ ഉദാത്തമായ ഒരു മാതൃകയാണ്, ആർക്കും അനുകരിക്കാവുന്ന നല്ലൊരു മാതൃകയാണ്. അതിനപ്പുറത്തേക്കൊന്ന് ബൈബിളിൽ പോലും നമ്മൾ കാണുന്നില്ല. യേശു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹമേ ഉള്ളൂ. പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരാളെ ഉള്ളൂ, യേശുവാണ്. സോ ജീസസ് ഈസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ, ബട്ട് പോൾ ഈസ് an excellent example. But that perfect example is not physically here with us today. യേശു സമ്പൂർണനാണെങ്കിലും ശാരീരികമായി യേശുവിനെ ഇന്ന് കാണാവുന്ന രീതിയിൽ നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ മുമ്പിലുള്ള നല്ല മാതൃക കാണിക്കുന്ന വിശ്വാസികൾ അനുകരിക്കേണ്ടി വരും. വെദർ വി ആർ അവെയർ ഓർ നോട്ട്, സോ മെനി പീപ്പിൾ ആർ വാച്ചിങ് അസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരാണെങ്കിലും അനേകർ നമ്മെ വീക്ഷിക്കുന്നുണ്ട്. Only if we set before them a good example, they can follow us to live for the Lord. നാം അവരുടെ മുമ്പിൽ മാതൃകാപരമായി ജീവിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നമ്മെ അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ. ചിന്തിക്കാൻ വേണ്ടി പറയുക, സോ മെനി പീപ്പിൾ റീഡ് ദ ബൈബിൾ. എത്രയോ പേരാണ് അല്ലേ, കോടിക്കണക്കിന് ആളുകൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദം ഡു നോട്ട് നോ ഹൗ ടു ലിവ് അക്കോർഡിംഗ് ടു ദ ബൈബിൾ. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ വചനം അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞുകൂടാ. മോഡൽ ബിലീവേഴ്സ്, പോൾ ഗേവ് എ പാറ്റേൺ ഫോർ അതേഴ്സ്. അപ്പോൾ പൗലോസ് മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു പാറ്റേൺ ഉണ്ടാക്കി കൊടുത്തേക്കുക. ദർ വാസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ലിവ്ഡ് ആൻ എക്സാംപ്ലറി ലൈഫ് ഇൻ പോൾസ് ടൈം. ഈ പൗലോസിൻ്റെ കാലത്ത് തന്നോടൊപ്പം അന്ന് സഭകളിൽ ഉണ്ടായിരുന്നവരിൽ ഒരു കൂട്ടം ആളുകൾ ആർക്കും അനുകരിക്കാവുന്ന രീതിയിലുള്ള നല്ല ജീവിതം ജീവിച്ചവരാണ്. ഫിലിപ്പ്യരോട് പൗലോസ് പറയാ, നിങ്ങൾ അവരെ അനുഗമിക്കുക, ആ മാതൃകയുള്ളവരെ അനുഗമിക്കുക. ഉദാഹരണത്തിന് അദ്ദേഹം പറയുകയാണ്, പോൾ ആസ്ക്ഡ് ദ ബിലീവേഴ്സ് ടു ഫോളോ തിമോത്തി. നിങ്ങൾ തിമോത്തിയെ നോക്ക്, ടു ലേൺ ഹിസ് വേസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള അവൻ്റെ വഴികൾ നോക്കുക. ആ വഴികൾ എൻ്റെ വഴികൾ, പൗലോസ് കാണിച്ചു കൊടുത്ത വഴിയിലൂടെയാണ് തിമോത്തിയോസ് ജീവിക്കുന്നത്. തിമോത്തിയോസിനെ ഫിലിപ്പ്യരെ നിങ്ങൾക്ക് അനുകരിക്കാം. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ അധ്യായത്തിൽ, 2-ാം അധ്യായത്തിൽ 2 സഹോദരൻ, 2 ഡിസൈപ്പിൾസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, 2 ശിഷ്യന്മാർ. ഇനി രണ്ടാമത്തെ ബാഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എനിമീസ് ഓഫ് ദ ക്രോസ്. ക്രിസ്തുവിൻ്റെ ക്രൂശിന് എതിരായി നടക്കുന്ന കുറേ മനുഷ്യർ. അതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദർ ഡെസ്റ്റിനി ഈസ് ഡിസ്ട്രക്ഷൻ. അവരുടെ അവസാനം എന്ന് പറയുന്നത് നാശമാണ്. 2, ദർ ഗോഡ് ഈസ് ദർ ബെലി. അവരുടെ വയറാണ് അവരുടെ ദൈവം. നമ്പർ 3, ദർ ഗ്ലോറി ഈസ് ഷെയിംഫുൾ. അല്ലെങ്കിൽ അപമാനകരമായതിലാണ് അവരുടെ പ്രശംസ, അവരുടെ മഹത്വം ഇരിക്കുന്നത്. ദർ മൈൻഡ് ഈസ് എർത്ത്ലി. ഭൗതികമായ കാര്യങ്ങൾ മാത്രമേ അവർ ചിന്തിക്കത്തുള്ളൂ. അവരാണ് മറ്റുള്ളവരെ അമാതൃക കാണിച്ച് വഴിതെറ്റിക്കുന്നത്. ഞാൻ ഈ കൂടെ പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു വരമില്ലെങ്കിൽ വിവരം ഉണ്ടാകണമെന്ന് പറയും, അല്ലെങ്കിൽ വിവേചന വരം ഉണ്ടാകണം.
ഇന്നയാൾ ചെയ്യുന്നത് തെറ്റാണ്, ഇന്ന ആൾ ചെയ്യുന്നത് ശരിയാണ്, ഇന്ന പാതയിലാണ് ഞാൻ പോകേണ്ടത്, വ്യക്തതയോടെ നമുക്ക് അറിയാൻ കഴിയണം. ഈ 18-ാമത്തെ വചനം ഒന്നുകൂടെ നമുക്ക് നോക്കാം. For as I have often told you before and now say again, even with tears, many live as enemies of the cross of Christ. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Their destiny is destruction, their God is their stomach, their glory is their shame, their mind is on earthly things. ഈ 4 കാര്യങ്ങളാണ് അമാതൃകകളായി ജീവിക്കുന്നവരെ കുറിച്ചൊരു വാർണിംഗ് ആയി പൗലോസ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. അവരുടെ പാറ്റേൺ നിങ്ങൾ ഒരിക്കലും അനുകരിക്കരുത്. ഒരു എക്സാമ്പിൾ പറയുകയാണ്. മുമ്പിൽ കുറേ കാറുകൾ പോകുക, നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് പോകണം, നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് പോകണമെന്ന് വിചാരിക്കും. അപ്പോൾ പല കാറുകളുണ്ട്. അതിൽ ഒരു കാറ് കണ്ടു, നിങ്ങളെ വഴികാട്ടുന്ന ഒരു ഗൈഡിങ് ചെയ്യാനായിട്ടൊരു കാർ മുമ്പിൽ പോകുന്നുണ്ട്, ഒരു വൈറ്റ് കാർ. അങ്ങനെ ഫോളോ ചെയ്യുക. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മിസ്സായോ, അതുപോലെ തന്നെ ഇരിക്കുന്ന വേറൊരു വൈറ്റ് കാർ വന്നു. അതുപോലെ തന്നെ ഇരിക്കുന്നു, നമ്പർ നോക്കിയില്ല, സെയിം കാറ്, വൈറ്റാണ്, നിങ്ങൾ ഫോളോ ചെയ്യുക. പക്ഷേ അവരെവിടെ വെച്ച് ടേൺ എടുത്തു പോയി. തിരുവനന്തപുരത്തേക്ക് പോകേണ്ടത് നിങ്ങൾ കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുക, ദിശ മാറിപ്പോയി. എന്തുകൊണ്ടാണ്? മുമ്പിൽ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വണ്ടി മാറിപ്പോയി. രണ്ടും വെള്ളയാണ്, നമ്പർ പ്ലേറ്റ് മാത്രം നോക്കാൻ വിട്ടുപോയി. തിരുവനന്തപുരത്ത് എത്തിച്ചേരേണ്ടതിന് പകരം നിങ്ങൾ എത്തിച്ചേരുന്നത് കോഴിക്കോടായിരിക്കും. ഇത് വരാതിരിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ 2 പാറ്റേൺ. ഒന്ന്, വചനമനുസരിച്ച് കർത്താവിൻ്റെ മാർഗപ്രകാരം അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ കാണിച്ച പാതയിൽ പോകുന്നു. മറ്റേവർ ക്രിസ്തുവിൻ്റെ ക്രൂശിനെതിരായി പോകുന്നു. രണ്ടും ഒരേപോലെയൊക്കെ തന്നെ തോന്നുമെങ്കിലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും. അവിടെ അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ അവരുടെ ദൈവം വയറെന്ന് പറയുന്നുണ്ട്. വയറാണ് അവരുടെ ദൈവം. എൻ്റെ അർത്ഥം, ഇവിടെ സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ ഈ വയറ് ഭക്ഷണം, എങ്ങനെയെങ്കിലും ഭക്ഷിച്ച് ജീവിച്ചാൽ മതി, അങ്ങനെ മോട്ടീവുള്ള ഉപജീവനത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കുക, അത്രേ ഉള്ളൂ. അതിന് പകരം സ്റ്റൊമക്കിന് വേറൊതുമുള്ള ആപ്പിറ്റൈറ്റ്, പലതരത്തിലുള്ള വിശപ്പ് നമുക്കുണ്ട്. സോ ഫിസിക്കൽ, വേൾഡ്ലി ഡിസയേഴ്സ്, പ്ലഷേഴ്സ്, ഇതിനൊക്കെ വേണ്ടിയുള്ള വിശപ്പ് കാണും. ആ കാലത്തുണ്ടായിരുന്ന ഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവരെക്കുറിച്ചാണ് പ്രധാനമായും പൗലോസ് ഇത് പറയുന്നതെന്നാണ് പറയുന്നത്. കാരണം അവർ ചെയ്തിരുന്നത്, ദേ യൂസ് ദി ഗ്രേസ് ആൻഡ് ലിബർട്ടി ഗോഡ് ഗിവ്സ് ഇൻ ക്രൈസ്റ്റ് ഫോർ എ ലൈസൻസ് ടു ലിവ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്. ഇവർ ചെയ്ത പരിപാടി, അവർ വിശ്വാസികളായിട്ടൊക്കെ തന്നെയാണ്, പക്ഷേ ഇവരുടെ ടീച്ചിങ്ങിൽ ചെറിയൊരു ഡീവിയേഷൻ. ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് സ്വാതന്ത്ര്യം, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അവരത് വളരെ ട്രെച്ചറസ് ആയിട്ടുള്ള രീതിയിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ അനുസരിച്ച് അല്ലെങ്കിൽ ജഡമനുസരിച്ച് ലോകത്തിൻ്റെ പ്ലഷേഴ്സിൽ ജീവിക്കാനുള്ള ലൈസൻസ് ആക്കി മാറ്റി. കർത്താവ് ക്ഷമിക്കും. ഇതെല്ലാം ദൈവം തന്നെയല്ലേ നമുക്ക് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ചെയ്യാം, പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് പതുക്കെ പോകാൻ തുടങ്ങി. They taught that grace is sufficient to cover any sins. അവർ പറഞ്ഞത് കൃപയുണ്ടെങ്കിൽ എല്ലാ പാവവും അങ്ങ് കവറായി പോയിക്കോളും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ മദ്യപിച്ചാലും സെക്ഷൽ സെൻസിൽ പോയാലും ഒന്നും ഒരു പ്രശ്നമില്ല, അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. കാരണം അവർ ഏർത്ത്ലി ഫോക്കസ്ഡ് ആയിട്ടുള്ള നോക്സ്റ്റിക്സ് ആയിരുന്നു. പലരും ചെയ്യുന്നത് ബൈബിളിലെ കുറേ ഉപദേശം എടുക്കുന്നു, ഇവിടെയുള്ള ചില ഫിലോസഫികളോ അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് തോട്ടോ കൊണ്ടുവന്ന് മിക്സ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള രീതിയിലേക്കുള്ളൊരു ഡോക്ട്രിൻ ഉണ്ടാക്കിയെടുത്ത് അങ്ങ് ജീവിക്കും. അതിൻ്റെ പുറകെ പോകുന്നവരെല്ലാം നാശത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഈ സ്പിരിച്വൽ കോംപ്രമൈസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എങ്ങനെയും ജീവിക്കാം എന്നുള്ളൊരു ഉപദേശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, പണ്ടൊരു കാലത്ത് ഒരു കർഷകനൊരു നായുണ്ടായിരുന്നു. ഈ തെരുവിൽ നിന്ന് രക്ഷിച്ചെടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നായാണ്. നന്നായിട്ട് ഭക്ഷണം കൊടുത്തു, നല്ല ഷെൽട്ടർ കൊടുത്തു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ വളരെ മോശമായ അഴുക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഈ നായ് തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോൾ ചില വിശ്വാസികൾ അങ്ങനെയാണ്,
ഈ ലോകത്തിൻ്റെ അഴുക്ക് ചാലിൽ നിന്നും, അഴുക്കുകളിൽ നിന്ന്, ഗാർബേജിൽ നിന്നും, സിൻഫുൾനെസ്സിൽ നിന്നൊക്കെ, വേൾഡിനെസ്സിൽ നിന്നൊക്കെ കർത്താവ് രക്ഷിച്ചാലും കുറേ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അതിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് ഈ സ്വന്തം ഛർദിയിലേക്ക് തിരിഞ്ഞ നായ് എന്ന് പറയുന്നത് പോലെ, ദ ഡോഗ് ദാറ്റ് റിട്ടേൺസ് ടു ഇറ്റ്സ് വോമിറ്റ് എന്ന് പറയുന്നത് പോലെ, നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ പാപങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന അനുഭവം ഉണ്ടാകരുത്. ഒത്തിരി വിശ്വാസികളെ സഭയിൽ തെറ്റിക്കുന്ന ഇങ്ങനെയുള്ള പല പല പാപം ചെയ്യുവാൻ ലൈസൻസ് കൊടുക്കുന്ന ഉപദേശങ്ങൾ പലതും ഭൂമിയിൽ നിന്നുണ്ട്. ഇതിലേക്ക് പോകാതിരിക്കാനാണ് പൗലോസ് വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നത്, ഞങ്ങളെ ഫോളോ ചെയ്യുക, ഞങ്ങളെ അനുകരിക്കുന്നവരെ ഫോളോ ചെയ്യുക. ഈ ഡോക്ടറിൽ, ക്രിസ്തുവിൻ്റെ പാറ്റേണിൽ ജീവിക്കുന്ന ഇതിൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യണം, അല്ലാത്തതിലേക്ക് പോകരുത്. ഒരു വാർണിംഗ് ആണ്. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെൻ ബിലീവേഴ്സ് ലിവ് ലൈക്ക് ദ വേൾഡ്, ലോകത്തിലുള്ള സാധാരണ മനുഷ്യരെ പോലെ തന്നെ വിശ്വാസികൾ ജീവിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ദേ ബിട്രേ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് റിട്ടേൺ ടു സ്പിരിച്വൽ ഫിൽത്ത്. അവർ ചെയ്യുന്നത് കർത്താവിൻ്റെ ക്രൂശിനെ ചതിച്ച് വഞ്ചിച്ച് ഈ ആത്മീയമായ അഴുക്കിലേക്ക് അവർ തിരിച്ചു പോകുന്നു. എന്നാൽ ഉടൻ തന്നെ പൗലോസ് പറയാണ്, അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. നമ്മുടെ പൗരത്വം എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിലാകുന്നു നമ്മുടെ പൗരത്വം. നമ്മളിവിടെ താമസിക്കുന്നതേ ഉള്ളൂ. കുറച്ച് വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൂടെ നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ സിറ്റിസൺഷിപ്പ് കിടക്കുന്നത് ഇവിടെയല്ല, മുകളിലാണ്. ഇതിനെക്കുറിച്ച്, ഈ ടു സിറ്റിസൺഷിപ്പിനെ കുറിച്ചൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പണ്ട്. ഇരട്ട പൗരത്വം, നമുക്ക് എല്ലാവർക്കും ഡ്വൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഒന്ന്, നമ്മളിവിടെ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ഉണ്ട്. നിങ്ങൾ ചിലർ US ലോ UK ലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ആയിരിക്കും. സിറ്റിസൺഷിപ്പ് കിട്ടിയവരും PR കിട്ടിയവരൊക്കെ പലതും കാണും. അപ്പോൾ ഈ ഭൂമിയിലെ സിറ്റിസൺഷിപ്പ് ഏതായാലും നമ്മുടെ പെർമനൻറ്റ് റെസിഡൻസ്, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. Paul is talking about those who live with motives confined to earthly things and their end. ഇവിടെ പൗലോസ് പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നടക്കുന്ന വ്യക്തികളുടെ അന്തം എന്താകും? He reminds the people of God that each of them has their citizenship in heaven. എല്ലാ ദൈവമക്കളോടും, നിങ്ങളോടും, എന്നോടും, എല്ലാവരോടും പറയുന്ന കാര്യം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകും. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കൊണ്ടുപോയി ഇടുക. ഒത്തിരി പേര് വായിക്കട്ടെ, എഴുതി വെക്കുക, അനേകരോട് പറയുക. ഇന്ന് തന്നെ ഒത്തിരി പേർക്ക് അത് അയച്ചു കൊടുക്കുക. എൻ്റെ പൗരത്വം സ്വർഗത്തിലാവും. ഇപ്പോഴേ വ്യക്തതയോടെ അത് മനസ്സിലാക്കിയിരിക്കണം. ഫിലിപ്പ് വാസ് എ റോമൻ കോളനി. ഇത് എഴുതുന്ന സമയത്ത് ഫിലിപ്പർക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവും, കാരണം അത് റോമൻ കോളനിയാണ്. സോ ഇൻ ഓൾ റോമൻ കോളനീസ് പീപ്പിൾ ഫുള്ളി അഡോപ്റ്റഡ് into റോമൻ കൾച്ചർ. എന്തു പറ്റി? റോം ഏതെങ്കിലും ഒരു സ്ഥലമെടുത്ത് അതിനെ കോളനി ആക്കിയാൽ റോമിൽ എങ്ങനെയാണ് അത് അതുപോലെ തന്നെ ആ കോളനിയിൽ അവർ കൊണ്ടുവന്നിരിക്കും. ഉദാഹരണത്തിന് റോമൻ കോളനികൾ എടുത്തു നോക്കിയാൽ ദേ സ്പോക്ക് ലാറ്റിൻ. അവിടെ പല ഭാഷ കാണും, പക്ഷേ അവരെ റോമൻ ഭാഷ അവർ പഠിപ്പിച്ചിരിക്കും. അടുത്തത് ഡ്രസ് ലൈക്ക് റോമൻസ്. റോമൻസ് എങ്ങനെ ഡ്രസ്സ് ചെയ്യുക അതനുസരിച്ച് ഡ്രസ്സ് ചെയ്യും. ആൻഡ് ഡിഡ് എവറിത്തിങ് ലൈക്ക് എ റോമൻ. എല്ലാ ദിനചര്യയും എല്ലാ റോമൻ സാമ്രാജ്യത്തിലെ ആളുകളെ പോലെ തന്നെയാണ് അവർ ജീവിച്ചത്. അപ്പം ഇവിടെ ദ പീപ്പിൾ ഓഫ് ഫിലിപ്പായി ന്യൂ വെൽ വാട്ട് ഇറ്റ് മെന്റ് ടു ലിവ് ആസ് സിറ്റിസൺസ് ഓഫ് വൺ കൺട്രി ലിവിങ് ഇൻ അനദർ പ്ലേസ്. ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരായിരിക്കെ മറ്റൊരു സ്ഥലത്ത് ജീവിക്കുന്നതിൻ്റെ ആ വ്യത്യാസം എന്താണെന്നുള്ളത് ഫിലിപ്പർക്കറിയാം. ഇന്ത്യയിൽ തന്നെ ജനിച്ച സാഹചര്യത്തിൽ തന്നെ വളരുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. അവർ വേറെ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ പൗലോസ് എന്താ പറഞ്ഞു വരുന്നത്? പോൾ ഈസ് റിമൈൻഡിങ് ബിലീവേഴ്സ് ദാറ്റ് വി ആർ ഹെവൻലി സിറ്റിസൺസ് ആൻഡ് വി ഹാവ് ടു കണ്ടക്ട് അക്കോർഡിംഗ് ടു ഇറ്റ്സ് കൾച്ചർ. നമ്മൾ സ്വർഗീയ പൗരന്മാരായതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ വേണം ജീവിക്കാൻ. വി ആർ ഹെവൻലി സിറ്റിസൺസ് ലിവിങ് ഓൺ എർത്ത്. സ്വർഗീയ പൗരന്മാർ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞേ. സ്വർഗീയ പൗരന്മാർ ഭൂമിയിൽ ജീവിക്കുന്നു. അതാണ് നിങ്ങളും, അതാണ് ഞാനും. ഇപ്പോൾ ജനങ്ങൾ എത്ര ഭയങ്കര എമൗണ്ട് മുടക്കിയിട്ടാണ് പല സിറ്റിസൺഷിപ്പ് എടുക്കുന്നത്.
അവർ ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ എത്രയോ പേര് നേഴ്സുമാരും പല പ്രൊഫഷണൽസും തയ്യാറാകുക. ഇവിടെ വെച്ച് തന്നെ അവർ ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങും. എൻ്റെ അടുക്കൽ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരുന്നു, പെൺകുട്ടികളൊക്കെ. അവർക്ക് ജർമ്മനിയിൽ പോയി പഠിക്കണം, ജർമ്മനിയിൽ നഴ്സിംഗ് ചെയ്യണം, ജർമ്മനിയിൽ അതിന് ശേഷം വർക്ക് ചെയ്യണം. ഇവിടെ തന്നെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു കഴിഞ്ഞു. സോ ഇവിടെ വെച്ച് തന്നെ അവർ പ്രാക്ടീസ് ചെയ്യാൻ, ജർമ്മൻ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, വി ഹാവ് ടു ലിവ് ഓൺ എർത്ത് വിത്ത് എ ഹെവൻലി ഐഡൻറ്റിറ്റി. സ്വർഗീയമായൊരു ഐഡൻറ്റിറ്റിയോടുകൂടെ നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കണം. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഈ വചനങ്ങൾ കേട്ടിട്ട് നാളത്തോടുകൂടി നമുക്ക് ഈ 3-ാം അധ്യായം നമുക്ക് തീർക്കാൻ സാധിക്കും. ഈ 3-ാം അധ്യായമൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇതൊക്കെ പഠിച്ചിട്ട് അകത്ത് എന്ത് തോന്നുന്നു, നിങ്ങൾ എന്ത് തീരുമാനമെടുക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം എന്താണ്, തോട്ട്സ് എന്താണെന്നൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, യൂട്യൂബ് ചാനൽ കാണുന്നവർ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ ഉള്ളവരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. വാട്ട് യു ഫീൽ, വാട്ട് യു തിങ്ക്, ഹൗ ആർ യു ഗെറ്റിംഗ് ട്രാൻസ്ഫോംഡ് ലിസണിങ് ടു ദിസ് മോർണിംഗ് ഗ്ലോറി. എങ്ങനെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നതെന്നൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ഈ കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. രോഗികളെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ. വോമിറ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ മാറിപ്പോട്ടെ. നട്ടെല്ല് സൗഖ്യമാകട്ടെ. ശ്വാസകോശങ്ങൾക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ സൗഖ്യമാകട്ടെ. ബ്രോങ്കൽ ഇൽനെസ്സുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. വീസിങ്, ആസ്മ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കിഡ്നികൾ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. ലിവർ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങട്ടെ. കർത്താവേ, തിരുനാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന എല്ലാവരും കൈനീട്ടുക. ഏതാവശ്യത്തിലും കർത്താവേ, നിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.